ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അനഘ അർച്ചനോട് പറയുകയാണ്, പിന്നെ ഏട്ടത്തി മറ്റൊരു കാര്യം കൂടിയുണ്ട്. അന്ന് നന്ദേട്ടൻ്റെ പിറന്നാളിന് കേക്കിൽ വിഷം ചേർത്തത് എൻ്റെ ചേച്ചിയാണ്. അതിന് പങ്കാളിയായിട്ട് ഞാനും ഉണ്ടായിരുന്നു. അതിന് എന്ത് ശിക്ഷ സ്വീകരിക്കാനും ഞാൻ തയ്യാറാണ്. മറ്റൊന്നു കൂടി, എൻ്റെ ചേച്ചിക്ക് അബോഷനായി പോയിരുന്നില്ലേ? ആ കുഞ്ഞ് നന്ദേട്ടൻ്റെ അല്ലായിരുന്നു, ധനുഷിൻ്റെ ആയിരുന്നു. ഇത് കേൾക്കുന്ന അർച്ചന ഞെട്ടലോടെ നിൽക്കുകയാണ്. അതേസമയം തന്നെ സ്വപ്നത്തിൽ നിന്നും ഞെട്ടിയുണരുകയാണ് അവന്തിക. അർച്ചന പറഞ്ഞു കാര്യങ്ങളും നടക്കുമോ എന്നുള്ള ഭയത്തിൽ നിൽക്കുകയാണ് അവന്തിക. ഇനി ഒരുപക്ഷെ അനഘ എല്ലാ സത്യങ്ങളും അർച്ചനയോട് പറഞ്ഞിട്ടുണ്ടാകുമോ? അനഘ പറഞ്ഞ് അർച്ചന കാര്യങ്ങളെല്ലാം അറിഞ്ഞാലും അർച്ചന പറഞ്ഞാൽ ഇവിടെ ആരും വിശ്വസിക്കാൻ പാടില്ല. ഇനി അതിനുള്ള കാര്യങ്ങൾ വേണം ഞാൻ ചെയ്യാൻ. പിന്നീട് കാണിക്കുന്നത് 28ന്റെ ഒരുക്കങ്ങൾ നടത്തുന്ന സന്ദീപിനെയും ആവണിയെയുമാണ്. ആവണിമോള് എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞോ എന്ന് സേതു ചോദിക്കുമ്പോൾ എല്ലാം കഴിഞ്ഞെന്നും ഇനി കുഞ്ഞിനെ കൊണ്ടുവന്ന് നൂലുകെട്ട് നടത്തിയാൽ മാത്രം മതിയെന്നും ആവണി പറയുന്നു. ഇത് കേൾക്കുന്ന സന്ദീപ് പറയുകയാണ്, അതുമാത്രം പോരല്ലോ, കുഞ്ഞിന്റെ അപ്പൂപ്പനും അമ്മുമ്മയും കൂടി എത്തണ്ടേ? എന്നാലേ അവര് വരട്ടെ, എന്നിട്ട് മതിയെന്ന് ആവണി പറയുന്നു. അതേസമയം അർച്ചന താഴേക്ക് വരികയാണ്. മോൾ ഇതുവരെ റെഡിയായില്ലേ എന്ന് സേതുമാധവൻ ചോദിക്കുമ്പോൾ റെഡിയാകാമെന്ന് വിഷമത്തോടെ അർച്ചന പറയുന്നു. എന്താ മോളെ, മോളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും വയ്യായികയുണ്ടോ, അതോ ആതിര മോളെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് സേതു ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ലെന്ന് അർച്ചന പറയുന്നു. അതേസമയം കമലയും ആഷും അനൂപും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. മീരയും ആതിരയും കുഞ്ഞുമൊക്കെ എന്തേന്ന് കമല ചോദിക്കുമ്പോൾ അമ്മയും ആതിരാൻ്റെയും കൂടി കുഞ്ഞിനെ കുളിപ്പിക്കുകയാണെന്ന് ആവണി പറയുന്നു. ചായ കുടിച്ചിട്ടകം സംസാരമെന്ന് പറഞ്ഞ് സേതു അവരെല്ലാം വിളിച്ചുകൊണ്ട് പോകുമ്പോൾ കമല അർച്ചനോട് ചോദിക്കുകയാണ്, നിന്റെ മുഖം എന്താ മോളെ വല്ലാണ്ടിരിക്കുന്നത്? ആതിര നിന്നെ എന്തെങ്കിലും പറഞ്ഞു? ഇല്ലമ്മയെന്ന് അർച്ചന പറയുമ്പോൾ കമല പറയുകയാണ്, എനിക്കറിയാം മോളെ, നിന്റെ വിഷമമൊക്കെ. സ്നേഹിക്കുന്നവരോടൊക്കെ ഒരകലം പാലിക്കുന്നത് നല്ലതാ മോളെ, അല്ലെങ്കിൽ പെട്ടെന്ന് അവരിൽ നിന്നും ഒരു ഭാവമാറ്റം ഉണ്ടാകുമ്പോൾ നമുക്കത് താങ്ങാൻ സാധിക്കില്ല. ഇത് കേൾക്കുന്ന അർച്ചന വിഷമത്തോടെ കമലയെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കുഞ്ഞിനെ കുളിപ്പിക്കുന്ന മീരയെയാണ്. അതേസമയം ശിവരാമൻ അങ്ങോട്ടേക്ക് വന്ന് അത് മറഞ്ഞു നിന്ന് നോക്കുന്നു. അതേസമയം ആവണി മീരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അമ്മേ, കുഞ്ഞുവാവേനെ ഒരുക്കണ്ടേ എന്ന് ആവണി ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ പോയി കരിയും പൗഡറും ഒക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് മീര അകത്തേക്ക് പോകുന്നു. അതേസമയം തന്നെ ആവണിയെ മാഷി വിളിക്കുകയാണ്. ആവണി അകത്തേക്ക് പോകുന്ന തക്കത്തിന് ശിവരാമൻ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയും കുഞ്ഞിനെ കയ്യിലെടുത്ത് കുഞ്ഞിൻ്റെ അരയിൽ ചരട് കെട്ടുകയും ചെയ്യുന്നു. ശിവരാമൻ കുഞ്ഞിനെ കൊഞ്ചിക്കുന്നത് കണ്ടുകൊണ്ട് ഞെട്ടലോടെ അവന്തിക അങ്ങോട്ടേക്ക് വരികയാണ്. അതേസമയം മീരേട്ടത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് അർച്ചന അങ്ങോട്ടേക്ക് വരുമ്പോൾ കുഞ്ഞിനെ കിടത്തിയിട്ട് പോടോ എന്ന് ദേഷ്യത്തോടെ അവന്തിക പറയുന്നു. അങ്ങനെ ശിവരാമൻ അവിടെ നിന്ന് പോകുമ്പോൾ അവന്തികയും അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം അർച്ചന കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരുന്നു. പിന്നീട് കാണിക്കുന്നത് കുഞ്ഞിനെ മടിയിൽ കിടത്തിക്കൊണ്ട് അർച്ചന അവിടെ ഇരിക്കുന്നതാണ്. അതേസമയം അങ്ങോട്ടേക്ക് മീര വരുന്നു. ഏട്ടത്തി, ഇത് എവിടെ പോയതാ? കുഞ്ഞിനെ അവിടെ ഒറ്റയ്ക്ക് കിടത്തിയിട്ട്? അതിന് അവിടെ ആവണിമോൾ ഉണ്ടായിരുന്നല്ലോ. അവിടെ ആരുമില്ലായിരുന്നെന്ന് അർച്ചന പറയുമ്പോൾ മീരയും അർച്ചനയുടെ കൂടെ ഇരിക്കുന്നു. അതേസമയം അവന്തിക ആതിരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നീ ഇതുവരെ റെഡിയായില്ലേ ആതിരയെന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞെന്നും മീരേട്ടത്തി കുഞ്ഞിനെ കുളിപ്പിക്കാനായി കൊണ്ടുപോയിരിക്കുകയാണെന്നും ആതിര പറയുന്നു. കുഞ്ഞിനെ മീരയാണോ കൊണ്ടുപോയത്? എന്നിട്ട് കുഞ്ഞ് അർച്ചനയുടെ കയ്യിൽ ഇരിക്കുന്നതാണല്ലോ ഞാൻ കണ്ടത്. ഈ ചടങ്ങ് ഏത് വിധേനയും അലമ്പാക്കുമെന്ന് പറഞ്ഞു നടക്കുകയാ അർച്ചന. നീ എന്തെങ്കിലും പറഞ്ഞു പോയി കുഞ്ഞിനെ വാങ്ങാൻ നോക്ക്. വല്ലാത്തൊരു സ്ത്രീ തന്നെ, ഇങ്ങനെയുണ്ടോ ആളുകളെന്ന് അവന്തിക പറയുമ്പോൾ ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് പോവുകയാണ് ആതിര. തുടർന്ന് ആതിര ദേഷ്യത്തോടെ അർച്ചനയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ എടുക്കുകയാണ്. ഒരു കാര്യം എത്ര വട്ടം പറഞ്ഞാലാ നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നത്? അപ്പോഴാണ് കുഞ്ഞിന്റെ അരയിലുള്ള ചരട് ആതിര ശ്രദ്ധിക്കുന്നത്. എന്താ ഇത്, നിങ്ങളോടാ ചോദിച്ചതെന്ന് പറഞ്ഞ് അർച്ചനയുടെ നേരെ ദേഷ്യപ്പെടുകയാണ് ആതിര. ആവണി, നീയാണോ കുഞ്ഞിന്റെ അരയിൽ ചരട് കെട്ടിയതെന്ന് മീര ചോദിക്കുമ്പോൾ ഞാനല്ലെന്ന് ആവണി പറയുന്നു. ഏട്ടത്തി, ആവണി മോളോടൊന്നും ചോദിക്കണ്ട, എനിക്കറിയാം ഇതാരാ ചെയ്തതെന്ന്. ഇത് ചേച്ചി തന്നെ ചെയ്തതെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാമെന്ന് ആതിര പറയുമ്പോൾ മീര അർച്ചനോട് ചോദിക്കുന്നു. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഏട്ടത്തിയെന്ന് അർച്ചനയും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ആതിര ദേഷ്യത്തോടെ കുഞ്ഞിനെ കൊണ്ട് താഴേക്ക് ചെല്ലുന്നതാണ്. എന്താ ആതിരയെന്ന് കമല ചോദിക്കുമ്പോൾ പ്രസവിച്ച ഞാൻ പോലും അറിയാതെ എൻ്റെ ചേച്ചി കുഞ്ഞിന്റെ നൂലുകെട്ട് നടത്തി കഴിഞ്ഞിരിക്കുന്നെന്ന് ആതിര ദേഷ്യത്തോടെ പറയുന്നു. ഞാനല്ലമ്മേ കെട്ടിയതെന്ന് അർച്ചന പറയുമ്പോൾ നിങ്ങള് മനഃപൂർവ്വം പ്രതികാരം വീട്ടിയതാന്ന് എനിക്കറിയാമെന്ന് ആതിര പറയുന്നു. എന്നോടും ഈ ചടങ്ങിനോടും താല്പര്യമില്ലാത്ത ഒരാൾ മാത്രമേ ഇവിടെയുള്ളൂ, അതെന്റെ ചേച്ചിയാ. അതുകൊണ്ട് ചേച്ചി തന്നെ ഇത് ചെയ്തതെന്ന് ആതിരയും പറയുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞിന്റെ അരയിൽ നൂല് കിട്ടിയത് ശരിയായില്ലെന്ന് സേതുമാധവൻ പറയുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അച്ഛാ എന്ന് അർച്ചന പറയുന്നു. ഇത് കേൾക്കുന്ന സന്ദീപ് പറയുകയാണ്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഏട്ടത്തി അത് ചെയ്യില്ലെന്ന് എനിക്കും സച്ചേട്ടനും നന്നായി തന്നെ അറിയാം. ഇത് ഇവർ തന്നെയാ ചെയ്തതെന്ന് വീണ്ടും ആതിര പറയുമ്പോൾ കമല പറയുകയാണ്, കുറെ നേരമായല്ലോ നീ തുടങ്ങിയിട്ടെന്ന്. ഇവരെന്ന് വിളിക്കുന്നതേ നിന്റെ ചേച്ചിയാണ്.
ചേച്ചി എന്നല്ല ഇവരെ വേറെന്തെങ്കിലുമാ വിളിക്കേണ്ടതെന്ന് ആതിര പറയുമ്പോൾ ദേഷ്യത്തോടെ ആതിരയുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ് കമല. തുടർന്ന് മാഷ് പറയുകയാണ്, ആ ചരടങ്ങ് അഴിച്ചു കളഞ്ഞിട്ട് സന്ദീപ് പറഞ്ഞതുപോലെ നൂലുകെട്ട് ചടങ്ങ് നമുക്ക് നടത്താം. എന്നാലേ എനിക്കൊരു ഡിമാൻഡുണ്ട്. ചരട് കെട്ടിയ ഇവർ തന്നെ അത് അഴിക്കട്ടെ. അതുകൂടാതെ ഒരു ചടങ്ങിനും ഇവരുണ്ടാകാനും പാടില്ലെന്ന് ആതിര പറയുമ്പോൾ സന്ദീപ് ദേഷ്യത്തോടെ പറയുകയാണ്, ആതിരെ, ഏട്ടത്തിയില്ലാതെ ഈ ചടങ്ങ് നടക്കില്ല. ഏട്ടത്തി തന്നെ കുഞ്ഞിന്റെ അരയിൽ നൂലും കെട്ടും. ഇത് കേൾക്കുന്ന ആതിര ദേഷ്യത്തോടെ സന്ദീപിനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.